Fourth question. Find the smallest number. Find the smallest number which when divided by 48 and 60, which when divided by 48 and 60 respectively, which when divided by 48 and 60 respectively leaves a remainder when divided by 48 and 60 leaves a remainder 7 in each case. ഒരു പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ 48 വെച്ച് ഡിവൈഡ് ചെയ്താലും 60 വെച്ച് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 7 ആണ്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 7 ഉണ്ട് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ അല്ല, എക്സിനെ 48 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 ആണ്. എക്സിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 ആണ്. അപ്പോൾ നമുക്ക് ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഒരു പർട്ടിക്കുലർ നമ്പറിനെ 48 വെച്ച് ഡിവൈഡ് ചെയ്താലും സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 48. അപ്പോൾ ഇവിടെ എക്സ് ബൈ 48ഉം എക്സ് ബൈ 60 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പം ഒരു എക്സ് വെച്ചിട്ട് അല്ല, ഒരു നമ്പർ 48 വെച്ചും 60 വെച്ചും എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? ഇവിടെ റിമൈൻഡർ സെയിം ആണല്ലോ. അപ്പോൾ 48 വെച്ചും 60 വെച്ചും എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ LCM അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ 48ൻ്റെയും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യം വായിച്ച് നോക്കണം ക്വസ്റ്റ്യൻ, എങ്കിലേ നമുക്ക് LCM ആണോ HCF ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ബൈ 48 ചെയ്യുന്നത്. നമുക്ക് HCF ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നമ്പർ ബൈ ദാറ്റ് എക്സ് ഫോമിലാണ് വരുന്നത്. ഇവിടെ ആകുമ്പോൾ എക്സ് ബൈ 48. അപ്പോൾ അതിനെ നമുക്ക് ഈ 48നെയും 60നേക്കാളും വലിയ നമ്പർ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയും ചിന്തിച്ചാൽ മതി. ചെറിയ നമ്പർ ആകുമ്പോൾ HCFും ഇതിനേക്കാളും വലിയ നമ്പർ ആകുമ്പോൾ LCM അല്ലേ വരുന്നത്. ഞാൻ പല രീതിയിൽ പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ HCF ആണോ LCM ആണോ എന്നൊരു കൺഫ്യൂഷൻ തോന്നിയാൽ, HCF എന്ന് പറയുമ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും ചെറുതായിരിക്കും. LCM ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും വലുതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ നമ്പറിനെ 48 വെച്ച് ഡിവൈഡ് ചെയ്താലും 60 വെച്ച് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഈ 48നെയും 60നേക്കാളും വലിയൊരു നമ്പറാണ് ആ നമ്പർ. അപ്പോൾ അത് LCM ഓഫ് ദിസ് 2 നമ്പേഴ്സ് ആയിരിക്കും. We have to find the LCM of 48 and 60. അപ്പോൾ നമുക്ക് ആദ്യം 48ൻ്റെയും 60യുടെ LCM എടുക്കാം. 2 വെച്ച് ചെയ്യുമ്പം 24, 30. പിന്നെ 2 വെച്ച് ചെയ്യുമ്പം 12, 15. അപ്പം 3 വെച്ച് ചെയ്താൽ 4, 5 വരും. 4 നമ്മൾ ചെയ്യുമ്പം 2, 2, 5. അപ്പം ഇനിയെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പം നമുക്ക് 2 × 2 LCM is equal to 2 × 2 × 3 × 2 × 2 × 5. അപ്പോൾ നമുക്ക് 4 × 6 × 10 വരും. അപ്പോൾ 240 വരും. അപ്പോൾ LCM ഓഫ് 48ഉം 60ഉം 240 ആണ്. അപ്പോൾ 240 ആണെങ്കിൽ 48നെയും പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യും, 60 വെച്ചിട്ടും പെർഫെക്റ്റ്. അപ്പോൾ 240/48 ചെയ്താൽ പെർഫെക്റ്റ് ഡിവിസിബിൾ ആണ്. 240/60 ചെയ്താലും പെർഫെക്റ്റ്ലി ഡിവിസിബിളാണ്. അപ്പോൾ റിമൈൻഡർ 7 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 240യുടെ കൂടെ 7ഉം കൂടെ ആഡ് ചെയ്യേണ്ടേ. അപ്പോൾ 247 ആണ് നമുക്ക് വേണ്ട റിക്വയർഡ് നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. LCM equal to 240. Therefore 240 is the smallest number which is exactly divisible by 240 is the smallest number which is exactly divisible by 48 and 60. 240 is the smallest number which is exactly divisible by 48 and 60. (240) is the smallest number which is exactly divisible by 48 and 60. Therefore, the required smallest number which on dividing by 48 and 60, the required smallest number which on dividing by 48 and 60, the required smallest number which on dividing by 48 and 60 will leave remainder 7 in each case is 240 plus 7.
the required smallest number which on dividing by 48 and 60 will leave remainder 7 in each case is equal to 240 plus 7, which is equal to 247. Therefore, the required number is 247. The required number is 247. Fifth question. What is the smallest number? What is the smallest number which when increased by 3 is divisible by 27, 35, 25 and 21? Is divisible by 27, 35, 25 and 21. Smallest number which when increased by 3. അപ്പോൾ സ്മോളസ്റ്റ് നമ്പറിനെ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 27 ആണ്, ഈസ് ഡിവിസിബിൾ ബൈ 35 ആണ്, ബൈ 21 ആണ്, ബൈ 25 ആണ്. ഈ എല്ലാ നമ്പർ എക്സ് പ്ലസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 27 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 ബൈ 27 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എക്സ് പ്ലസ് 3 ബൈ 35 ചെയ്യുമ്പോൾ റിമൈൻഡർ 0. അപ്പോൾ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്നെണ്ണത്തിൻ്റെ LCM കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ പോരെ അല്ലേ? ആ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. ഈ നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ അതിനെ 3 വെച്ച് ആഡ് ചെയ്യുമ്പം എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ LCM ആയിരിക്കും. അപ്പോൾ LCM എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ? LCMത്തിൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ മതി. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 3 ഈസ് ഡിവിസിബിൾ ബൈ 27, 35, 25 ആൻഡ് 21 എന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് the smallest number which is divisible by 27, 35, 25 and 21 is the smallest number which is divisible by 27, 35, 25 and 21 is LCM of these numbers. Is the LCM of these numbers. Is the LCM of 27, 35, 25 and 21. അപ്പോൾ നമ്മൾ ആദ്യം LCM കാണണം. 27, 35, 25, 21. 2 എടുത്താൽ ഒരു നമ്പർ പോലും ഡിവൈഡ് ചെയ്യില്ല. 3 എടുത്താൽ 27-ഉം 21-ഉം ഡിവൈഡ് ചെയ്യും. അപ്പം 3 എടുത്താൽ 9, ഇവിടെ 35-നെ ഡിവൈഡ് ചെയ്യില്ല, 25-നെ ഡിവൈഡ് ചെയ്യില്ല, ഇവിടെ 7 വന്നു. ഇനി നമുക്ക് എടുക്കാവുന്നത് 5 എടുത്താൽ ഇവിടെ 9 വരും, 35 ആകുമ്പം 7 വരും, 5 വരും, 7 വരും. അപ്പോൾ 7 രണ്ടിടത്ത് കോമൺ ആയതുകൊണ്ട് നമുക്ക് ആദ്യം 7 എടുക്കാം. അപ്പം 9, 1, 5, 1. ഇനി 9 നമ്മൾ 3, 1, 5, 1. അപ്പോൾ ഇനി ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്, കോമൺ ആയിട്ടൊന്നുമില്ല. ഇവിടം വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, കാരണം 9ഉം 5ഉം കോമൺ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് 3 × 5 × 7 × 9 × 5 ചെയ്താലും കിട്ടും, സെയിം ആൻസറേ കിട്ടുകയുള്ളൂ. അപ്പം LCM ഈസ് ഈക്വൽ ടു 3 × 5 × 7 × 3 × 3 × 5, 15 × 21 × 50. Answer 4725. The smallest number which when increased by 3 is divisible by this number. അപ്പോൾ എല്ലാവരും ഡിവിസിബിൾ ആവുന്ന നമ്പർ 4725 ആണ്. അപ്പോൾ if the smallest number is x, then x plus 3 is equal to 4725. Then x plus 3 is equal to 4725. Therefore, x is equal to 4725 minus 3 equal to 4722. Therefore, 4722 is the smallest number, is the required smallest number. 4722 is the required smallest number. Sixth question. The LCM of two numbers is 2079.
and their HCF is 27. The LCM of two numbers is 207 and their HCF is 27. If one of the number is 189, find the other. If one of the number is 189, find the other. ഒരു നമ്പർ 189 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി നോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നോട്ട് തന്നപ്പോൾ തന്നതാണ്. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ LCM ഇൻറ്റു HCF ആണ്. അതാണ് നമ്മൾ ആദ്യം യൂസ്. പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് HCF ഇൻറ്റു LCM. Here HCF is 27, LCM is 2079. One number 189, second number x ആയിട്ട് എടുക്കാം. Therefore 189 into x is equal to 27 into 2079. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് LCM ഇൻറ്റു HCF ആണ്. Therefore x is equal to 27 into 2079 divided by 189. 9 വെച്ച് ചെയ്യുമ്പോൾ ഇത് 21, ഇവിടെ 3. അപ്പോൾ ഇത് 7 വരും. 2079 by 7 ചെയ്യുമ്പം 7 വെച്ച് ചെയ്യുമ്പം 2, 67 ചെയ്യുമ്പം 9, 49, 297. The other number is 297 ആയിട്ടും. The other number is 297. Seventh question. Find the smallest number. അതല്ല, two persons take steps of 80 centimeter and 90 centimeter respectively. Two persons take steps of 80 centimeter and 90 centimeter respectively. If they start in step, how far will they walk before? If they start in step, how far will they walk before they are in step again? Before they are in step again. Two persons take steps of 80 centimeter and 90 centimeter respectively. If they start in step, how far will they walk before they are in step again? Before they are in step again. അപ്പം ഒരാൾ നടക്കുന്ന 80 സെൻറ്റിമീറ്റർ സ്റ്റെപ്പിലും മറ്റേ ആൾ 90 സെൻറ്റിമീറ്റർ സ്റ്റെപ്പിലും. അപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ആൾ 80 വെക്കുമ്പോൾ മറ്റേ ആൾ 90 എടുത്തു. പിന്നെ അയാൾ അടുത്ത സ്റ്റെപ്പിൽ ഇയാൾ 80, ഇയാൾ അപ്പോഴത്തേക്ക് പിന്നെ 90. അപ്പോൾ അയാൾ പിന്നെ മുന്നിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഒരേ പൊസിഷനിൽ അവരെപ്പോൾ എത്തും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഒരേ പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ഇവിടെ ഒരു പൊസിഷൻ, അത് രണ്ടാമത്തെ പൊസിഷൻ ഇവിടെയായിട്ടാണ്, പിന്നെ എടുക്കുമ്പോൾ ഇവിടെയായിട്ടാണ്. അപ്പോൾ അതിൽ ഒരേ പൊസിഷനിൽ വരുന്നത്, അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നു, പിന്നെ ഇതിങ്ങനെ ചെരിഞ്ഞാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരേ പൊസിഷനിൽ എത്തുന്നുണ്ടോ? ഒരേ പൊസിഷനിൽ എത്തുക എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിൻ്റെ LCM അല്ലേ വരുന്നത്. കാരണം ഒരുമിച്ച് ഒരിക്കലും എന്തായാലും അവർ എത്താൻ പോകുന്നില്ല. കാരണം 80 സെൻറ്റിമീറ്റർ സ്റ്റെപ്പ് എടുക്കുന്ന ആൾ എപ്പോഴും പുറകിലായിരിക്കും, 90 സെൻറ്റിമീറ്റർ എടുക്കുന്ന ആളായിരിക്കും മുന്നിൽ പോകുന്നത്. അപ്പം അവർ രണ്ടും ഒരേ പൊസിഷനിൽ നിൽക്കുന്നത്, ഒരേ പൊസിഷൻ എടുക്കുന്ന എപ്പോഴാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം LCM of 80 and 90 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. Here we have to find the LCM of 80 and 90. 80യുടെയും 90യുടെയും LC എടുക്കണം. 2 എടുക്കുമ്പോൾ 40, 45. പിന്നെ നമുക്ക് 5 കോമൺ ആയിട്ട് എടുത്താൽ 8, 9 വരും. ഇനി 8നും 9നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. Therefore LCM is equal to 2 into 5 into 8 into 9. അപ്പം 10 into 72. ആൻസർ 720. അപ്പം 720 ആണ് LCM എന്നത്. Therefore ദ റിക്വയർഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 720 സെൻറ്റിമീറ്റർ. അപ്പം 720 സെൻറ്റിമീറ്ററിൽ 720 സെൻറ്റിമീറ്റർ എന്നുള്ള പൊസിഷൻ രണ്ടുപേരും അറ്റൈൻ ചെയ്ത് പോകുന്നൊരു പൊസിഷനാണ്.
അപ്പോൾ ആൻസർ വിൽ ബി 720 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇത് ചെയ്തിട്ട് നിർത്താം. 8th question. Find the smallest number which when divided by 35, 45 and 55 leaves remainders 17, 27 and 37 respectively. Smallest number which when divided by 35, 45 and 55 leaves the remainder 17, 27 and 37 respectively. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ 35 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 17. 35 വെച്ച് ചെയ്താൽ റിമൈൻഡർ 17 ആണ്. എക്സ് എന്ന് പറയുന്ന നമ്പറിനെ 45 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 27 ആണ്. മറ്റു നമ്പറിനെ നമ്മൾ 55 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 37 ആണ് വരുന്നത്. 55 വെച്ച് ചെയ്താൽ 37. അപ്പോൾ നമുക്ക് ഈ ഓരോ ഡിവൈസറും അതിൻ്റെ റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫോർ ഡിവൈസർ 35 റിമൈൻഡർ 70. റിമൈൻഡർ ഈസ് 17. therefore 35 minus 17 എന്ന് പറയുന്നത് 18 ആയിരിക്കും. ഫോർ ഡിവൈസർ 45 റിമൈൻഡർ 27 and 45 minus 27 is equal to 18. ഓരോന്ന് എഴുതണം. ഫോർ 35 റിമൈൻഡർ 17 and 35 minus 17 equal to 18. ഫോർ ഡിവൈസർ 45 റിമൈൻഡർ 27, 45 minus 27 equal to 18. ഫോർ ഡിവൈസർ 55 റിമൈൻഡർ 37 and 55 minus 37 is equal to 18. Therefore, every pair of divisor and remainder has the same difference. എല്ലാം 18 അല്ലേ വന്നേക്കുന്നത്, എല്ലാത്തിൻ്റെയും ഡിഫറൻസ് 18 ആണ്. എവരി പെയർ ഓഫ് ഡിവൈസർ ആൻഡ് റിമൈൻഡർ ഹാസ് ദ സെയിം ഡിഫറൻസ് 18. അപ്പോൾ ആ റിമൈൻഡറും ആ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 18 ആണ്. അപ്പോൾ നമ്മുടെ ഈ 3 നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 18 കുറച്ചാൽ നമുക്ക് വേണ്ട റിക്വയർഡ് നമ്പർ കിട്ടും. Therefore, every pair of divisor and remainder has the same difference 18. Hence, the required number is equal to LCM of 35, 45, 55 മൈനസ് 18. അപ്പോൾ റിക്വയർഡ് നമ്പർ എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിൻ്റെ LCMത്തിൽ നിന്ന് 18 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം LCM കാണാം. 35, 45 and 55. 5 വെച്ചെടുക്കുമ്പം 7, 9, 11 വരും. ഈ 7ഉം 9ഉം 11ഉം തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. therefore LCM is equal to 5 into 7 into 9 into 11 വരും. അപ്പം 35 into 99, 3465. അപ്പോൾ 3465 ആണ് ഈ 3ൻ്റെയും കൂടെ LCM. അതിൽ നിന്ന് 18 നമ്മൾ കുറയ്ക്കാം. therefore the required number is 3465 minus 18, 3447. അപ്പോൾ നമ്മൾ ചെയ്ത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഈ 3447നെ 35 വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ നമുക്ക് 17 കിട്ടുന്നുണ്ടോ. അങ്ങനെ ഓരോ നമ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 27, 37 അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ കൂടെ ചെയ്യാം.